സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കേൾക്കുന്നു യേശു സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് തൻ്റെ 12 ശിഷ്യരെ അയക്കുന്നതായിട്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കേൾക്കുന്നു യേശു വീണ്ടും വേറെ 72 പേരെ അയക്കുന്നതായിട്ട്. എന്തുകൊണ്ടാണ് യേശു വീണ്ടും ഇത്രയും അധികം പേരെ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് അയക്കുന്നത്? അതിൻ്റെ ഉത്തരം ഒന്നേയുള്ളൂ. മനുഷ്യർക്ക് ഈ സുവിശേഷം ആവശ്യമാണെന്ന്, ഇതിലൂടെ രക്ഷ ആവശ്യമാണെന്ന് യേശു മനസ്സിലാക്കുകയാണ്. അതിന് യേശുവിന് മറ്റ് പലരുടെയും സഹായം ആവശ്യമാണ്. അതെ, സുവിശേഷത്തിൽ ആ പ്രയോഗത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ആരായിരുന്നു ഈ മറ്റ് മനുഷ്യർ? തീർച്ചയായിട്ടും 12 അപ്പസ്തോലന്മാരെ പോലെ പേര് ചൊല്ലി വിളിച്ചവർ ആയിരിക്കണമെന്നില്ല. അവർ ആരാണെന്ന് കൃത്യമായിട്ട് നമുക്കറിയില്ല. പക്ഷേ യേശുവിന് അവരുടെയും സഹായം ആവശ്യമാണ്. കാരണം യേശുവിന് ഒറ്റയ്ക്ക് എല്ലായിടത്തും എത്തിച്ചേരുവാൻ സാധിക്കുകയില്ലായിരുന്നു. അത് കാണിക്കുന്നത് യേശുവിൻ്റെ മാനുഷിക സ്വഭാവത്തെയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അതുവഴി അവൻ്റെ പരിമിതികളെയും അത് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ യേശു ഈ മനുഷ്യരെ തൻ്റെ നാമത്തിൽ അയക്കുകയാണ്, താൻ പോകാനിരുന്ന ഇടങ്ങളിലേക്ക്. സുവിശേഷം പറയും, 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന പോലെ 12 ശിഷ്യരെ പോലെ തന്നെ ഇവരും ദൈവരാജ്യം പ്രഘോഷിക്കുകയാണ്, അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. മിക്കവാറും ഈ ഒരു വായന എല്ലാവർക്കും അത്ര സ്വീകാര്യമാകണമെന്നില്ല. കാരണം സുവിശേഷ പ്രഘോഷണത്തിൽ അപ്പോസ്തലന്മാർക്ക് നമ്മൾ വലിയൊരു പങ്കാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ സുവിശേഷം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ മറ്റ് മനുഷ്യർ അവരും ദൈവത്തിൻ്റെ അരൂപി സ്വീകരിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സുവിശേഷം യേശു ആഗ്രഹിച്ചതുപോലെ പ്രഘോഷിക്കുവാൻ സാധിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇതിൻ്റെ അർത്ഥം സുവിശേഷം നമ്മോട് പറയുന്നത്, സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് അപ്പസ്തോലന്മാരുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഇന്നത്തെ നമ്മുടെ ജീവിത വിശ്വാസ സാഹചര്യങ്ങൾ വെച്ച് പറയുമ്പോൾ സുവിശേഷം പ്രഘോഷിക്കുക, അത് ജീവിക്കുക എന്നുള്ളത് വൈദികരുടെയോ സന്യസ്തരുടെയോ മാത്രം ഒരു ഉത്തരവാദിത്തമല്ല. അതെ, സുവിശേഷം പ്രഘോഷിക്കുക, സുവിശേഷം ജീവിക്കുക, അതൊരു കൂട്ടായ്മയുടെ ഉത്തരവാദിത്തമാണ്. അതെ, നമുക്കെല്ലാവർക്കും നമ്മൾ സ്വീകരിച്ച ജ്ഞാനസ്നാനത്തിലൂടെ ഈ ഒരു അഭിഷേകം, ഇതിനുള്ള വിളി ലഭിച്ചിട്ടുണ്ട്. ഒത്തിരി കഴിവുള്ള അനുഗ്രഹമുള്ള മനുഷ്യർ വളരെ നല്ല രീതിയിൽ അത് ചെയ്യുന്നുമുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ ചോദിക്കേണ്ടതുണ്ട്, എന്താണ് എൻ്റെ വിളി? അത് എങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിത സാഹചര്യത്തിൽ പൂർത്തീകരിക്കുന്നത്? വിൻസെൻ്റ് വാൻ ഗോഗ് എന്ന ആധുനിക കലാകാരനെ പറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ലേഖനം വായിക്കുവാനിടയായി. അയാൾ യഥാർത്ഥത്തിൽ ഒരു പാസ്റ്റർ ആകുവാനായിട്ട് ശ്രമിച്ച മനുഷ്യനാണ്. പക്ഷേ 2 തവണ അയാൾ അതിൽ പരാജയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അയാൾ വേറൊരു വഴി തിരഞ്ഞെടുക്കുകയാണ്, ചിത്രകാരനായിട്ട് മാറുന്നു. അയാളുടെ ജീവിതത്തിൽ അയാൾ മാനസിക ബുദ്ധിമുട്ടുകളിലൂടെ, സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. എങ്കിലും അയാളുടെ ആ കല വഴി അയാൾ എന്തൊക്കെയോ പറയുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അയാളുടെ കാലത്ത് അത് പലരും അത്ര കരുതലോടെ സ്വീകരിച്ചില്ല. ഇന്ന് ഈ കാലഘട്ടത്തിൽ അയാളുടെ കലകളെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന മനുഷ്യർ അവർ പറയും, ഇയാളുടെ പല പെയിൻറ്റിങ്ങുകളിലും ഒരു ആത്മീയത നിഴലിക്കുന്നുണ്ട്. പലതിലും ഈ ദൈവിക സ്വഭാവത്തെ അല്ലെങ്കിൽ ദൈവത്തെ പകർന്നു നൽകുവാനായിട്ട് അയാൾ ശ്രമിക്കുന്നുണ്ട്. അതെ, വിൻസെൻ്റ് വാൻ ഗോഗിന് ഒരു പാസ്റ്റർ എന്ന നിലയിൽ ദൈവത്തെ പ്രഘോഷിക്കുവാനായില്ലെങ്കിലും അയാളുടെ കലാപരമായിട്ടുള്ള കഴിവ് വഴി അയാൾ അതിന് ശ്രമിച്ചിരുന്നു. സ്നേഹമുള്ളവരെ, വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ദൈവത്തെ പ്രഘോഷിക്കുന്നതിന് എല്ലാവരും പുരോഹിതരോ സന്യസ്തരോ ആകേണ്ടതില്ല.
അവനവൻ്റെ ജീവിത സാഹചര്യങ്ങൾ, അവനവൻ ലഭിച്ച താലന്തുകൾ, അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി, മനുഷ്യന് വേണ്ടി ഉപയോഗിക്കുന്നത്, അവിടെയാണ് അതിൻ്റെ പ്രാധാന്യമിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളും യേശു വിളിച്ച ഈ 72 മറ്റുള്ള മനുഷ്യരെ പോലെ ദൈവത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുവാനായിട്ട്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിട്ട് മാറും. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തെ അനുഭവിക്കുവാൻ, അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.